കുഞ്ഞിന്റെ പേര് അനു എന്നാണ്. അടൂർ തെങ്ങമത്തുനിന്ന് വരുന്നു. ഈ കുഞ്ഞ് 7-ാം മാസം ജനിച്ചൊരു കുഞ്ഞാണ്. ഈ കുഞ്ഞ് ഒട്ടും നടക്കുവാൻ കഴിയാതാണ് ഇവിടെ കടന്നു വന്നത്. ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. മൈ ഗോഡ് കരമടിച്ച് ഓ വായികൾ തുറന്ന് താങ്ക് യു ജീസസ്. എന്തുവായിരുന്നു സംഭവിച്ചത്? 7-ാം മാസത്തിൽ ജനിച്ചായിരുന്നു. വളരെ ലോ വെയിറ്റിൽ, 1 കിലോയിലായിരുന്നു. നടക്കുകയില്ലായിരുന്നു. ഇപ്പൊ എത്ര വയസ്സായി? 3 വയസ്സ് കഴിഞ്ഞു. ഒട്ടും നടക്കത്തില്ലായിരുന്നു. നടക്കുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല. Somebody say hallelujah. കരമടിച്ച് പാസ്റ്റർ, ഈ സിസ്റ്ററിന്റെ പേര് ശ്രീകല എന്നാകുന്നു. 3 വർഷമായിട്ട് നട്ടലിന് തേയ്മാനത്താൽ വളരെ ഭാരപ്പെട്ടിരുന്ന സിസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യം ഈ നട്ടലിന് മേൽ കർത്താവ് ചെയ്തിരിക്കുക. എത്ര വർഷമായിട്ടുണ്ടായിരുന്നു? 3 വർഷമായി. കുനിയാനൊന്നും ബുദ്ധിമുട്ടായിരുന്നു? കുനിയുമ്പോഴോ വേല എടുക്കുമ്പോഴൊക്കെ ഭയങ്കര ഈർക്കൽ കൊള്ളുന്ന വേദനയായിരുന്നു. ഇവിടെ വരുമ്പോഴും അസ്വസ്ഥതയാലാ വന്നല്ലേ? ചെറുതായിട്ട് കുനിയുമ്പോ ഈർക്കല് കൊള്ളുന്ന പോലെ വേദനയായിരുന്നു. ഇപ്പൊ ഒന്ന് കുനിഞ്ഞാട്ടെ. ആ വേദന തോന്നുന്നുണ്ടോ? ഇല്ല. നേരത്തെ ഇങ്ങനെ പറ്റുകയില്ലായിരുന്നു. നേരത്തെ കുനിയാനും ജോലി എടുക്കാനൊന്നും പറ്റത്തില്ല. ഒന്നുകൂടെ ഒന്ന് ബെൻഡ് ചെയ്താട്ടെ നല്ലവണ്ണം. ഈ തോന്നലാണെങ്കിലോ ഒന്നും കൂടെ ഒന്ന് നോക്കിയാട്ടെ. ഒരസ്വസ്ഥതയില്ല. ഇപ്പൊ ഒന്നും കൊള്ളുന്നില്ല. കരമൊന്ന് അടിച്ചു വായകൾ തുറന്ന് കർത്താവിന്റെ രാത്രിയിൽ പാസ്റ്റർ, ഈ മോളുടെ പേര് ഷേബ എന്നാണ്. ഈ മോൾക്ക് ഇടത്തെ കണ്ണിന് കാഴ്ച തീരെയില്ലായിരുന്നു. സ്കൂളിൽ ചെന്നിട്ട് ബോർഡിൽ എഴുതുന്നൊന്നും കാണത്തില്ലായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു പ്രകാശം വന്ന് ഇടത്തെ ഷേബയുടെ മമ്മി ഉണ്ടോ ഇവിടെ? മമ്മിയാണ്. എന്തോ മോടെ കണ്ണിനുണ്ടായിരുന്ന പ്രശ്നം? ജനിച്ചപ്പോ തൊട്ടേ ഒരു കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. ജനിച്ച സമയം മുതലേ ആ കണ്ണിന് കാഴ്ച കുറവുള്ളതാ? പുസ്തകം വായിക്കുമ്പോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മോടെ ഏത് കണ്ണിനായിരുന്നു? ഈ കണ്ണിന് ജനിച്ച സമയം മുതലേ. അപ്പം മറ്റേ കണ്ണടച്ചു കഴിഞ്ഞാൽ ആ കണ്ണുകൊണ്ടൊന്നും കാണുകയല്ലേ? അങ്കിൾ ഈ മൈക്ക് കയ്യിൽ തരും. താങ്ക് യു ജീസസ്. ഈ മൈക്ക് കയ്യിൽ തരും. ഞാൻ എന്നിട്ട് എന്റെ വിരലുകൾ കാണിക്കും. നേരത്തെ കണ്ടോണ്ടിരുന്ന കണ്ണടച്ച് മോൾ ഈ മൈക്കിലൂടെ പറയണ എന്തോ കാണുന്നത്. കണ്ടോണ്ടിരുന്ന കണ്ണ് മറ്റേ കൈ കൊണ്ട് അടച്ച് നല്ലോണം കടച്ച് ഇത് പിടിച്ച് 1 2 3 4 5 10 രണ്ട് കരങ്ങളും അടിച്ചു വായികൾ തുറന്ന ജീവനുള്ള ദൈവത്തെ ഇന്ന് രാത്രി ശക്തിയോടെ ആരാധിച്ചാട്ടെ. സഹോദര സംഭവിച്ചത് വർഷമായിട്ട് വേദനയായിരുന്നു. 2-3 കൊല്ലം കൊണ്ട് എനിക്ക് ഒത്തിരി വേദനയും ശരീരം മൊത്തം കഴപ്പും വേദനയായിരുന്നു. എന്താ സഹോദരന്റെ പേര്? എന്റെ പേര് സജി. എത്ര വർഷമായിട്ട് ഇത്? 3 വർഷമായി ഉണ്ടായിരുന്നു. 5 വർഷം കൊണ്ട് എനിക്ക് സുഖമില്ലാതെ കൈ ഒന്നും ചലിപ്പിക്കാൻ ഒക്കില്ലായിരുന്നോ? കൈയെല്ലാം ഭയങ്കര വേദനയും ഭയങ്കര കഴപ്പും വേദനയായിരുന്നു. കുനിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് കുനിഞ്ഞാട്ടെ. ഓ ഒന്ന് നിവർന്നാട്ടെ. ഒന്നുകൂടെ കുനിഞ്ഞാട്ടെ. വേദനയില്ല. ഓ കരങ്ങൾ അടിച്ചു വായുകൾ തുറന്ന് പാസ്റ്റർ, ഇതൊരു വലിയൊരു അത്ഭുതമാണ്. 8 വർഷമായിട്ട് ഈ ബ്രദറിന്റെ റെജി എന്നാണ് പേര്. ഇദ്ദേഹത്തിന്റെ ഉദരത്തിലൊരു മുഴയുണ്ടായിരുന്നു. അത് പ്രത്യക്ഷമായിരുന്നു, വെളിയിലോട്ട് തെളി നിന്നായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ അത് പ്രത്യക്ഷമായി. ഓ 2 കരങ്ങൾ മരിച്ച് ബ്രദർ റെജിക്ക് എത്ര വർഷമായിട്ട് മുഴയുണ്ടായിരുന്നു? 8 വർഷമായിട്ട്. 8 വർഷമായി. അത് കാണാൻ കഴിയുമായിരുന്നോ? കാണാൻ കഴിയുന്നു. എത്രത്തോളം വലുപ്പം ഉണ്ടായിരുന്നു? പുറത്തോട്ട് തെളിയുന്ന പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ കാണുന്നുണ്ടോ? അവിടെ ഇല്ല, കാണുന്നില്ല. അവിടെ കാണുന്നില്ല. ഓ 2 കരങ്ങളും അടിച്ചു വായുകൾ തുറന്ന് സിസ്റ്ററിന്റെ പേര് മോനി എന്നാണ്. പുല്ലൂർ പട്ടണത്തിൽ താമസിക്കുന്നു. സിസ്റ്റർ 9 വർഷമായിട്ട് കാഴ്ച ഭയങ്കര കുറവായിരുന്നു. കണ്ണാടി വെച്ചായിരുന്നു നടന്ന്. ഇപ്പോൾ പ്രാർത്ഥിച്ച സമയത്ത് കണ്ണിലോട്ട് ഭയങ്കര വെട്ടം അടിച്ചു. ഇപ്പൊ എല്ലാം വായിക്കാം, ബൈബിളും വായിക്കാം. സഹോദരി, എന്തുവായിരുന്നു കണ്ണിന് പ്രശ്നം? എനിക്ക് കണ്ണിന് ഒരു പടർച്ച പോലെ ഉണ്ടായിരുന്നു. എത്ര വർഷമായി? 9 വർഷമായിട്ട്. 9 വർഷമായിട്ടുണ്ടായിരുന്നു. വായിക്കുമ്പോ കണ്ണാടി തന്നെ വെച്ചെങ്കിലേ പാട്ട് പാടാനും വേദസ്വം വായിക്കാനൊക്കെ പറ്റത്തുള്ളൂ. കണ്ണാടി ഇല്ലാതെ മാറ്റിയാൽ എല്ലാം പടന്നു കിടക്കുക. ഒന്നും കാണില്ലായിരുന്നു. സഹോദരിയുടെ കൂടെ വന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പപ്പ എന്ത് ഓടി വന്നാട്ടെ.
താങ്ക് യു ജീസസ്. വായിക്കുവാൻ കഴിയുന്നുണ്ടോ? നോക്കിയാട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. മോക്കെന്തുവായിരുന്നു കണ്ണിന് പ്രശ്നം? നേരത്തെ കണ്ണിന് അല്പം കാഴ്ച കുറവുണ്ടായിരുന്നു. ഞാൻ കണ്ണാടി വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം വായിച്ചുകൊണ്ടിരുന്നു. കണ്ണാടി ഇല്ലെങ്കിൽ കാണത്തില്ലായിരുന്നോ? ഇപ്പൊ മോൾ നോക്കുമ്പോ എന്നാ കാണുന്നേ? എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകും. യഹോവ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ഈ മോളുടെ പേര് സുസ്മിഷ അല്ലേ? സുസ്മിഷ എന്നാണ്. കുഞ്ഞിന്റെ ഇടത്തെ ചെവി കേൾക്കത്തില്ലായിരുന്നു ഒട്ടും. പക്ഷെ ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ചെവി തുറന്നു. ക്ലാസ്സിൽ ഈ മോള് ഫസ്റ്റ് ബെഞ്ചിലാ വന്ന് ഇരിക്കുന്നത്. കാര്യം ടീച്ചർ പറയുന്ന കേൾക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ മോള് പറയാ എനിക്ക് എല്ലാം കേൾക്കാം. എന്നായിരുന്നു മോളുടെ പ്രശ്നം? ഒരു ചെവി കേൾക്കില്ലായിരുന്നു. പിന്നെ ഞാൻ ഒട്ടും കേൾക്കില്ലായിരുന്നോ? അമ്മയാണോ ഒന്നാമത്തെ സഹോദരി? സുസ്മിതയുടെ ഒരു ചെവി ഒട്ടും കേൾക്കില്ലായിരുന്നോ? മോടെ ഈ ഒരു ചെവിയെ കേൾക്കത്തുള്ളായിരുന്നോ? ഇപ്പൊ എന്നാ സംഭവിച്ചേ? ഇപ്പൊ പ്രാർത്ഥിച്ച ഉടനെ എനിക്കിപ്പോ സൗഖ്യം കിട്ടി ചെവിക്ക്. അതിപ്പോ കേൾക്കാം. ഇപ്പൊ കേൾക്കാം. ടീച്ചർ എന്നെ ആശുപത്രിക്കൊക്കെ കൊണ്ടുപോയി എന്നെ വിളിക്കും. അങ്ങനെ ഞാൻ പോകുമ്പോ അവര് അവിടെ ചെവിയില് വെക്കുന്ന സാധനങ്ങളൊക്കെ തരും. എന്നിട്ടും കേൾക്കില്ലായിരുന്നു. നേരത്തെ ഈ ചെവി മോക്ക് മറ്റേ ചെവി അടച്ചു പിടിച്ച് ഒന്നും കേൾക്കില്ലായിരുന്നു. പാസ്റ്റർ മൈക്ക് കൈ തരും. നേരത്തെ കേട്ടോണ്ടിരുന്ന ചെവി അടച്ചു പിടിക്കണം. ഞാൻ പറയുന്നത് കേൾക്കുന്നെങ്കിൽ ഈ മൈക്കിലൂടെ പറയണം. ഇത് കേട്ടോണ്ടിരുന്ന ചെവി മുറുക്കി അടച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാസ്റ്റർ, ഈ ബ്രദറിന്റെ പേര് സുനിൽ എന്ന, സിസ്റ്ററിന്റെ പേര് സുനു. ഇവര് അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. റാന്നി എന്ന സ്വദേശത്താണ് ഇപ്പം താമസിക്കുന്നത്. ഇവർ 4 വർഷമായി മാരേജ് കഴിഞ്ഞിട്ട്, പക്ഷെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇവിടെ ആദ്യമായിട്ട് കടന്നു വന്നു. നമ്മുടെ ഇവിടെ പാസ്റ്റർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. സിസ്റ്റർ ഇവർ വീണ്ടും അബുദാബിക്ക് പോയി. സിസ്റ്റർ തിരിച്ച് സാക്ഷ്യം പറയാനായിട്ട് വന്ന 2 മാസം ക്യാരിങ് പാസ്റ്റർ. നിങ്ങൾക്ക് എത്ര വർഷമായി തലമുറകളില്ലാതെ ഭാരപ്പെടുക? 4.5 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നോ? എന്നാ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചേ? പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം ചെയ്തു. ഇപ്പൊ ക്യാരി ചെയ്യുന്നുണ്ട്. ഓ, കരമൊന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ചു. തലമുറകളില്ലാതെ കഴിഞ്ഞ 4.5 വർഷത്തോളമായി, ഏകദേശം 5 വർഷത്തോളമായി, വിവാഹം കഴിഞ്ഞ 5 വർഷത്തോളമായി കുഞ്ഞുങ്ങളില്ലാതെ ഇവർ ഭാരപ്പെട്ടു. പല ട്രീറ്റ്മെൻറ്റുകൾ ഇവർ ചെയ്തു. അതിനകത്തെങ്ങും അവർക്കൊരു വിടുതൽ ലഭിച്ചില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഇവരിവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാകയാൽ, ദൈവം അബ്രഹാമിൻ്റെ ദൈവമാകയാൽ, ദൈവം നമ്മുടെ ദൈവമാകയാൽ ഇവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. ഇന്ന് ഈ സഹോദരി 2 months ക്യാരി ചെയ്യുന്നു. ഈ കുടുംബത്തെ അനുഗ്രഹിച്ച കർത്താവിനെന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഗോഡ് ബ്ലസ് യു ബ്രദർ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ, ഈ മോളുടെ പേര് അമ്മനെ എന്നാണ്. കഴിഞ്ഞ TV പ്രോഗ്രാമിന്, അതായത് 2-3 ദിവസമായിട്ട് കുഞ്ഞിന് ഭയങ്കര ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചർ വിട്ടുമാറുന്നില്ലായിരുന്നു. പക്ഷേ പാസ്റ്ററിൻ്റെ പ്രോഗ്രാം TV-യിലൂടെ നടന്നപ്പോൾ ഈ ആൻറ്റി മോളോട് വിശ്വാസത്തോടെ ആ ടെലിവിഷനിലൂടെ കരനീട്ടി പ്രാർത്ഥിച്ചു. ആ സെക്കൻഡിൽ തന്നെ ടെമ്പറേച്ചർ പൂർണ്ണമായി വിട്ടുമാറുവാനിടയായി. പൂർണ്ണ സൗഖ്യം കിട്ടിയല്ലേ? കുഞ്ഞിൻ്റെ ഫാദറും മദറും പാലക്കാടാണ്. അവർ കഴിഞ്ഞ ക്രിസ്മസിന് വന്നപ്പോൾ കുഞ്ഞിനെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോയതാണ്. അപ്പോൾ കുഞ്ഞിന് വിസിൽ പോലും കേൾക്കുന്ന കുക്കറിൻ്റെ പേടിയാണ്. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ഒരു കിണറിന് വെടി വെച്ചപ്പോൾ അന്ന് തുടങ്ങി പേടിയാണ്. പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇവിടെ യോഗത്തിന് കടന്നു വന്നു. കുട്ടിക്ക് നല്ല സുഖം കിട്ടി. അന്നേരം ടെമ്പറേച്ചർ മാറി. കരമൊന്നടിച്ച് ചേർന്ന് കർത്താവിന് നന്നായി കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചു. പെട്ടെന്നൊരു ഒച്ച കേട്ട് ഈ അമല എന്ന് പറയുന്ന മോള് പേടിച്ചു. ആ പേടിയാൽ പനിയുണ്ടായി. അത് വിട്ടുമാറാതെ തന്നെ നിൽക്കുമായിരുന്നു. നല്ല ടെമ്പറേച്ചർ ആയിരുന്നു ഇന്നലെ വൈകുന്നേരം വരെയും. ടെലിവിഷൻ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന ആ സമയത്ത് ഈ അമ്മച്ചി ഈ മോളുടെ മേൽ വിശ്വാസത്തോടെ കൈവച്ചു, പ്രാർത്ഥിച്ചു. ആ സെക്കൻഡിൽ പനിയും ടെമ്പറേച്ചറും വിട്ടുമാറി. ഇന്ന് സൗഖ്യത്തോടെ ഈ ആരാധനയിൽ വന്നു ചേർന്ന് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. ബ്ലസ് യു. സിസ്റ്റർ പേരെന്തുവാ? 2 മക്കളാ? മോന്റെ പേരെന്താ? രാഹുൽ. മോന്റെ
ഈ മകനാണ് മൂക്കിന്റെ അസ്വസ്ഥ വന്നത്. എന്തുവാണെന്ന് പറയാമോ? രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ശ്വാസം പിടിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടായിരുന്നു. എത്ര നാളായി ഇങ്ങനെ ഉണ്ടായിരുന്നു? 4 വർഷമായിട്ടുണ്ട്. ഇത് പുറത്ത് കാണാമായിരുന്നു? മൂക്കില് കാണാമായിരുന്നു. ദശ വളർന്നിരിക്കുന്നത് കാണാമായിരുന്നു? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ യേശുവിന്റെ നാമത്തിൽ ഈ വളർന്നു നിൽക്കുന്ന ദശ ഉരുകി മാറിയിരിക്കാൻ നന്ദി, ഉരുകി മാറിയിരിക്കാൻ നന്ദി, ഉരുകി മാറിയിരിക്കാൻ നന്ദി, ഉരുകി മാറിയിരിക്കാൻ നന്ദി. ചെക്കേ നോക്കിയേ, ഉണ്ടോ അതവിടെ? പോയി സ്തോത്രം. മൂക്കിനകത്ത് എത്രത്തോളം വലുതായി നിന്ന ദശയാ? ചെറുതായിട്ട് ഒരു ഇത് കുഴി പോലെ ഒരു ചെറിയ ദ്വാരമേ കാണാം. ഇതിനകത്ത് നല്ലോണം അങ്ങേറ്റം വരെ കാണാമായിരുന്നു. ഇവിടെ അടഞ്ഞിരിക്കുമായിരുന്നു. അടഞ്ഞിരുന്ന ആ ദശ വളർന്നിട്ട് ഭാഗത്തെ തുടർന്ന് ഓക്കെ വരെ കാണാൻ ഡോക്ടറെ, കാണാം അങ്ങേറ്റം വരെ കാണാം. എനിക്ക് ഈ മൂക്ക് പോലെ ഇത് കാണാം. എനിക്ക് കാണാം. മോനവരോട് പറഞ്ഞ യേശു ജീവിക്കുന്നെന്ന്. ഈ മൂക്കില് ദശ വളർന്നിട്ട് ഈ മൂക്ക് ഫുൾ അടഞ്ഞിരുന്ന ഈ മൂക്കിന്റെ ദ്വാരം കാണത്തില്ലായിരുന്നു. Look at this. അത്ഭുതം ചെയ്ത കർത്താവിന് വായുകൾ തുറന്ന് നന്ദി പറഞ്ഞേ. മോനെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മോന്റെ ശരീരത്തിൽ എന്തുവാണ് സംഭവിച്ചെന്ന് പറയാമോ? എനിക്ക് എൻ്റെ ദേഹത്തു നിന്ന് എന്തോ കാറ്റ് പോണൊക്കെ വീശുന്നതും എൻ്റെ ഇത് അകത്തോട്ട് ശരിക്കും വല്ലാത്തതിൻ്റെ തൊട്ട് അനുഭവപ്പെടുകയും ചെയ്തു. ഇപ്പോൾ മോന് നല്ലപോലെ ശ്വാസം വിടാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ട്. മൂക്കിലെ ദശയുടെ അസ്വസ്ഥത എല്ലാം മാറിയോ? മാറി.